ആശമാർ മുടിമുറിച്ചിട്ടും മുഖം നൽകാതെ സംസ്ഥാന സർക്കാർ. മുടിമുറിക്കൽ ഉൾപ്പെടെ വൈകാരിക സമരരീതിയിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നിട്ടും ആശമാരെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന രാപ്പകൽ സമരം 52ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിരാഹാരം 14ാം ദിവസമാണ്. ഈ പാവപ്പെട്ട ആശമാരുടെ കണ്ണീരും ഈ ദുഃഖവും എല്ലാം മനസ്സിലാക്കി ഇന്നിതിനൊരു തീരുമാനം ഉണ്ട്. ഞങ്ങളെ പറ്റിക്കരുത്, ദയവ് ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ ഇനി പറഞ്ഞ് പറ്റിക്കരുത്. ഇന്നലെ ഞങ്ങൾ ഇതിൻ്റെ എല്ലാം ഞങ്ങൾ ഭൂമിയോളം ക്ഷമിച്ച് ഞങ്ങൾ ഇന്ന് 51 ദിവസമായി. മാക്സിമം ഒരു സ്ത്രീക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടെന്നുള്ളത് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒരു സ്ത്രീയാണ്. ബുദ്ധിമുട്ടുകൾ അറിയാം. അതുപോലെ ഞങ്ങളെയും പരിഗണിച്ച് ഞങ്ങളുടെ കാര്യവും അതുപോലെയാണ്. അവകാശ പോരാട്ടത്തിന്റെ 50ാം നാൾ മുടിമുറിച്ചാണ് ആശാപ്രവർത്തകർ സമരം ചെയ്തത്. ആവേശം ഒട്ടും ചോരാതെ ആശാപ്രവർത്തകരുടെ സമരം 52ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം 3 പുരുഷന്മാർ മുടിമുറിക്കൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തലമുണ്ടനം ചെയ്തു. അനിശ്ചിതകാല നിരാഹാര സമരം 14ാം ദിവസം പിന്നിടുമ്പോഴും സമരവീര്യം ഒട്ടും ചോർന്നിട്ടില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നിങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി 10-ന് ഇവർ സമരം ആരംഭിച്ചത്. നിരാഹാര സമരം ഇരിക്കുന്ന പലരും ദേഹാസ്വാസ്ഥ്യം മൂലം പലതവണ ആശുപത്രിയിലായി. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി JP നദ്ദയെ കണ്ടിരുന്നു. കൂടിക്കാഴ്ചയിൽ ആശാസമരം ചർച്ച ചെയ്തുവെന്ന് മന്ത്രി അറിയിച്ചു. തങ്ങൾക്ക് അനുകൂലമായ നിലപാടുണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് സമര നേതാക്കൾ. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് അവകാശങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരുമെന്നാണ് ആശമാർ പറയുന്നത്. ജനം, തിരുവനന്തപുരം.